അസ്സലാമു വെൽക്കം ടു യമ്മി കിച്ചൺ. ഇന്ന് ഞാനൊരു സാമ്പാറിൻ്റെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു കുക്കറിൽ വെച്ചിട്ടുള്ള സാമ്പാറാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി തൂരപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിന് സാമ്പാർ പരിപ്പെന്നും പറയും, തൂർദാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് കഴുകിയിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് തൂരപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുങ്ങാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2 വിസിലടിച്ച് വേവിക്കാം. പിന്നെ കഷ്ണങ്ങൾ ആവശ്യം, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ കുറച്ച് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ, ചെറിയൊരു വെള്ളരിക്ക, മത്തങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തിടാം. പിന്നെ 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് പതുക്കെ പൊളിച്ചിടാം. പിന്നെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അതും ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിടാം. മറ്റുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്ത പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇത് പൊട്ടറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളിയാണ്, ഇത്തിരി വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു നടുവിലുള്ള ആ ഒരു ഇത് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിടാം. ഇതൊക്കെ കൂടി കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല, വെന്ത് പൊയ്ക്കോളും. അതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് നീളത്തിൽ പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, 3 പച്ചമുളക്. പിന്നെ വേണ്ടത് നമ്മൾ ഈ എടുത്ത് വെച്ച ആദ്യം കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ ഇല്ലേ, വെള്ളരിയൊക്കെ ഇല്ലേ, അതും കുറച്ച് വേപ്പിലയും കൂടി ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മുരിങ്ങക്കായും വെണ്ടയ്ക്കയും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ കഷ്ണങ്ങളും കൂടി ഒന്നിച്ച് ഇപ്പോൾ ഈ പരിപ്പ് നമ്മൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വിസിലടിഞ്ഞിട്ട് പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് മുരിങ്ങക്കായും വെണ്ടയ്ക്കയും മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചിട്ട്, ഈ വെജിറ്റബിൾസ് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു വിസിലടിയുന്നതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഉടഞ്ഞു പോകണ്ട. നമുക്ക് അതിലേക്ക് മുരിങ്ങക്കായും കൂടി ഇട്ട് വേവിക്കാനുള്ളതല്ലേ. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3 ഉണക്കമുളക് 2ആയി പൊട്ടിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ടിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് അത് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച വെണ്ടയ്ക്കില്ലേ, ആ വെണ്ടയ്ക്കൊന്ന് 2ആയി കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി, അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കിടന്നൊന്ന് വാടി വെന്ത് വരും. അപ്പോൾ അതിലേക്ക് സാമ്പാർ പൗഡർ ഒരു 2.5 ടീസ്പൂൺ സാമ്പാർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി. അപ്പോൾ കായപ്പൊടി കുറച്ചും കൂടിയും ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. എന്താ വെച്ചാൽ സാമ്പാർ പൊടിയിൽ ഓൾറെഡി ഉള്ളതാണ്, എന്നാലും ഒരു നുള്ള് കായപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കൂടി കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മസാല ചേർത്താൽ മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ കടുകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, പുളിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇപ്പോൾ വെന്തത് ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുളി പിഴിഞ്ഞ് വയ്ക്കുമ്പോൾ അലുമിനിയം കുക്കർ ആയതുകൊണ്ട് ഞാനത് മാറ്റിയത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നമുക്ക് ഈ ഒരുവിധം കഷ്ണങ്ങൾ ഒരുവിധം വെന്തിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങക്കായും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള കുറച്ചും കൂടി ഉപ്പ് കുറവുണ്ട്, അതും കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ഇട്ട് വേവിച്ച്, മുരിങ്ങക്കായ പെട്ടെന്ന് വേവുമല്ലോ. അത് വെന്ത് വന്നതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ വെന്തതിന് ശേഷം പുളി പിഴിഞ്ഞൊഴിച്ചു. പിന്നെ കടുകൊക്കെ പൊട്ടിച്ചില്ലേ, നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഇട്ട് വഴറ്റി എടുത്തില്ലേ, അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം മല്ലിയില ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കുക്കറിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയെന്നുള്ളൂ. എന്ന് വെച്ചാൽ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നതുകൊണ്ട് അലുമിനിയം കുക്കർ ആയതുകൊണ്ട് മാറ്റിയെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ കുക്കറിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.